എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സരൻ. അക്യൂപങ്ക്ചർ ചികിത്സയും അതുവഴി ഉണ്ടായ ഒരു മരണവും ഒക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത്. ഞാൻ ഈ വാർത്തകളൊക്കെ കുറെ കാലമായിട്ട്, ഇതിപ്പോ ആദ്യത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എത്രയോ മരണങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ വാർത്തകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് നമുക്കൊരു ചികിത്സാ രീതി അതിന്റെ പിഴവ് ആയിട്ട് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഗതികളുണ്ട്. കാരണം ഇതെല്ലാം പലപ്പോഴും പല മതവിശ്വാസങ്ങളുമായിട്ടും പല മതവിഭാഗങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഒരു മതവിഭാഗത്തിന് മാത്രം പറയാനില്ല കേട്ടോ. അപ്പൊ ഇത് ഒരു മുസ്ലിം മതവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് ഈ ഒരു സംഭവത്തിന്റെ മാത്രം കാര്യമാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ഹിന്ദു വിഭാഗങ്ങളിലും എന്ത് മതം നോക്കിയാലും ഇത്തരത്തിൽ ഈ പറയുന്ന പ്രകൃതി സ്നേഹികളായിട്ടുള്ള, ഞാനത് ഇൻവേർട്ടഡ് കോമയിൽ തന്നെ ഇടുകയാണ്, എല്ലാ മതവിഭാഗത്തിലും ഇത്തരത്തിലുള്ള ചില പ്രകൃതി സ്നേഹികൾ എല്ലായിടത്തും ഉണ്ട്. ഇവര് പലപ്പോഴും ഈ മതവിശ്വാസത്തിന്റെ മറ പറ്റിയാണ് ആളുകളെ ഇത് ഇഞ്ചക്ട് ചെയ്ത്, ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇഞ്ചക്ട് ചെയ്ത്, ചികിത്സാ രീതികൾ ഇഞ്ചക്ട് ചെയ്ത് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നത്. ഇവര് പലപ്പോഴും പറയുന്ന, ഞാൻ ഇതിന്റെയൊക്കെ ചില വീഡിയോസും അല്ലെങ്കിൽ പലരുടെയും പ്രസംഗങ്ങളൊക്കെ കേൾക്കായിരുന്നു. അതിൽ ഇന്ന മതവിഭാഗമൊന്നുമില്ല, പല മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർ പറയുന്നത് ഇതാണ്: ഇവിടെ ആനകൾ പ്രസവിക്കുന്നു, ഇവിടെ പൂച്ചകൾ പ്രസവിക്കുന്നു, പട്ടികൾ പ്രസവിക്കുന്നു. ഇവരൊക്കെ ആശുപത്രിയിൽ പോയിട്ടാണോ പ്രസവിക്കുന്നത്? ഇവരൊക്കെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടല്ലേ പ്രസവിക്കുന്നത്? പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഒരു പ്രത്യേകത? മനുഷ്യനും ഒരു ജീവിയല്ലേ? അപ്പോ പ്രസവം ഒരിക്കലും ഒരു അസുഖമല്ല, ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോ ഈ ആശുപത്രികളൊക്കെ നിങ്ങളെ പലതും പറഞ്ഞ് പേടിപ്പിച്ച് പൈസ പിടുങ്ങാനായിട്ട് ഇരിക്കുന്നവരാണ്. ഇവർ സ്കാനിംഗ് എന്ന് പറഞ്ഞ് കുട്ടികളിൽ പല പ്രശ്നങ്ങളും ജനിതക വൈകല്യങ്ങളും ഉണ്ടാക്കുകയാണ്. ആദ്യത്തെ സ്കാൻ ചെയ്യുന്നവരിൽ അത് ഉണ്ടാക്കി, പിന്നത്തെ സ്കാനിൽ അത് അവർ കണ്ടുപിടിച്ച് പറയുന്നു. ഇതൊക്കെ സ്കാനിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ വായിൽ തോന്നിയ വിഡ്ഢിത്തങ്ങളും തോന്നിവാസങ്ങളും വിളിച്ചു പറയുന്ന പല മതത്തിൽപ്പെട്ട ആളുകളുടെയും വീഡിയോകൾ ഞാൻ കാണാനിടയായി. അപ്പൊ ഇതൊക്കെ കാണുന്ന ഏത് മതത്തിൽപ്പെട്ട ഒരാൾക്കും സ്വാഭാവികമായിട്ടും, ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്, ഇതിൽ പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും വലിയ പൊട്ടത്തരം എന്ന് പറയുന്നത്, ഇന്ന് ഇഷ്ടംപോലെ വെറ്റിനറി ഹോസ്പിറ്റൽസും വെറ്റിനറി ഡോക്ടർമാരും ഉണ്ട്. ഇന്നലെ എത്രയോ കാലമായിട്ട് അവിടെയും പൂച്ചയും പട്ടിയും ആനയും ഒക്കെ പ്രസവിക്കുന്നുണ്ട്. അവരുടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറികൾ അവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ആളുകൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇനിയിപ്പോ അത് മാറ്റി നിർത്തിയാൽ തന്നെ, ഇനിയിപ്പോ അത് നമ്മൾ മാറ്റി നിർത്താന്ന് വെക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾക്കൊരു സംശയം വരും, അല്ലെ? ശരിയാണല്ലോ, പട്ടിയും പൂച്ചയും ഒക്കെ പ്രസവിക്കുന്നില്ലേ, പിന്നെ മനുഷ്യന് മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളത്? അതിന്റെ ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കൂ, എന്താണ് ഈ പട്ടിയും പൂച്ചയും ആനയും ഒക്കെ ആയിട്ട് മനുഷ്യനുള്ള ഒരു വ്യത്യാസം? അത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ തലച്ചോറാണ്. കാലാന്തര ഉണ്ടായ, അതായത് നമ്മുടെ പരിണാമം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തലച്ചോറ്, മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത് വികസിച്ച് 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 ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യരെത്തി നിൽക്കുകയാണ്. ഇനിയും അത് വികസിക്കാൻ പോവുകയാണ്, അല്ലെ? എന്നാൽ അത്രത്തോളം ഒന്നും ബുദ്ധിവികാസം ഈ പറയുന്ന പട്ടിക്കും പൂച്ചയ്ക്കും കുരങ്ങനും ഒന്നും ഉണ്ടായിട്ടില്ല. കുരങ്ങന് പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പക്ഷെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് അധികം ഉണ്ടായിട്ടില്ല മനുഷ്യന് സംഭവിച്ച അത്ര. അത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്, അല്ലെ? നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോ ഈ ബുദ്ധി വികസിച്ച സമയത്ത് പരിണാമ പ്രക്രിയയിൽ എന്താണ് ഉണ്ടായത്? നമ്മുടെ തലച്ചോറ് വികസിച്ചതനുസരിച്ച്, അതിന്റെ വലിപ്പം കൂടിയതനുസരിച്ച് നമ്മുടെ തലയോട്ടി, അതായത് നമ്മുടെ സ്കൾ വികസിച്ച് 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 അതിനെ ഉൾക്കൊള്ളാനായി നമ്മുടെ തലയുടെ സൈസും നമ്മുടെ ബോഡിയെ അപേക്ഷിച്ചിട്ട് വലുതായിട്ടുണ്ട്, അല്ലെ? നമ്മുടെ ഒരു മനുഷ്യന്റെ, ബാക്കി മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ബോഡി ഹെഡ് റേഷ്യോ കൂടുതലാണ്. അതായത് ഹെഡിന്റെ റേഷ്യോ, ഹെഡിന്റെ വലുപ്പവും ഭാരവും ഒക്കെ നോക്കുമ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് അത് മനുഷ്യരിൽ കൂടുതലാണ്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, നിങ്ങൾ ചുറ്റും നോക്കി നോക്കൂ. ബാക്കി ജീവജാലങ്ങളുടെ തലയും അവരുടെ ഉടലായിരിക്കും തലയെ അപേക്ഷിച്ച് ഭയങ്കര വലുപ്പം. എന്നാൽ മനുഷ്യന് തലയ്ക്ക് ഉടലിനെ അപേക്ഷിച്ചിട്ട് വലുപ്പം മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. ഈ മനുഷ്യനിൽ തന്നെ പ്രായപൂർത്തിയായ മനുഷ്യരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുട്ടികളിൽ അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ വീണ്ടും തലയുടെ റേഷ്യോ കൂടുതലാണ്. നിങ്ങൾ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ ടോട്ടൽ ലെങ്ത്, അതായത് ബോഡിയുടെ ഫുൾ നീളം എന്ന് പറയുന്നത് ഏകദേശം 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഏകദേശം 4/1, 25% തലയാണ്. അതുപോലെ തന്നെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിയുടെ തൂക്കത്തിന്റെ 25% തലയാണ്. അപ്പോ ഈ തലയുടെ ഹെഡ് റേഷ്യോ കുട്ടികളിൽ മുതിർന്ന ആളുകളെ അപേക്ഷിച്ച് തന്നെ നവജാത ശിശുക്കളിൽ കൂടുതലാണ്. അപ്പോ എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നം? നോക്കൂ, നമ്മുടെ തല സാധാരണ പ്രസവത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, തലയാണ് ആദ്യം താഴേക്ക് ഇറങ്ങി വരിക. നോർമൽ ഡെലിവറി, അതായത് ഒരു സ്വാഭാവികമായിട്ട് കാലിറങ്ങി വരുന്ന നമ്മൾ ബ്രീച്ച് എന്ന് പറയും, കൈ ഇറങ്ങി വരുന്ന അങ്ങനെയുള്ള അസ്വാഭാവികമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന നോർമൽ ഡെലിവറികളിൽ തലയാണ് ഒരു കുട്ടിയുടെ ആദ്യം താഴേക്ക് ഇറങ്ങുക. അപ്പോ പരിണാമം അനുസരിച്ച് കാലക്രമേണ മനുഷ്യന്റെ തലയുടെ വലിപ്പം കൂടി വന്നു. ഇതിനനുസരിച്ചിട്ട് ഒരു സ്ത്രീയുടെ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പെല്ലും അല്ലെങ്കിൽ ഒരു കുഞ്ഞു താഴേക്ക് ഇറങ്ങി വരാനുള്ള ആ ഭാഗത്തെയാണ് പെൽവിസ് എന്ന് പറയുക. അപ്പോൾ ആ പെൽവിസും
കാലക്രമേണ പതുക്കെ 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 വികസിച്ചിട്ടുണ്ട്. എന്നാൽ ചില സ്ത്രീകളിൽ ഇത്രയും വികാസം അതിന് സംഭവിച്ചിട്ടുണ്ടാവില്ല. പല സ്ത്രീകളിൽ പല ടൈപ്പ് പെൽവിസുകളാണ്. ആൻഡ്രോയിഡ് പെൽവിസ്, ഗൈനക്കോയിഡ് പെൽവിസ് എന്നൊക്കെ പറഞ്ഞ പല ടൈപ്പ് പെൽവിസുകളുണ്ട്. അപ്പോൾ ചില സ്ത്രീകളിൽ നിർഭാഗ്യവശാൽ അത്രത്തോളം ഈ തല ഇറങ്ങാൻ തക്കവണ്ണമുള്ള വികാസം പ്രാപിച്ച പെൽവിസ് അല്ല. അതായത് ഒരു മനുഷ്യന്റെ തല വികസിച്ചതിനനുസരിച്ചിട്ട് കാലക്രമേണ പെൽവിസിന് വികാസം സംഭവിച്ചിട്ടുണ്ടാവണമെന്നില്ല എല്ലാ സ്ത്രീകളിലും. അതുകൊണ്ടാണ് ചില സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഒരു തല താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വികാസം സംഭവിക്കാത്ത പെൽവിസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് അവിടെ സ്റ്റക്ക് ആവും. ഓക്കെ, ഹെഡ് അറസ്റ്റ് എന്ന് പറയും, ഹെഡ് അറസ്റ്റ് ആയി എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോൾഡർ സ്റ്റക്ക് ആവും. കാരണം ഈ ഭാഗം, തലയുടെ ഭാഗം അങ്ങ് താഴത്തേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് ആ ബോഡി കംപ്ലീറ്റ് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോ ഈ തലയുടെ വലുപ്പം കൂടുതൽ കാരണം പലപ്പോഴും മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട് മനുഷ്യരിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ്, കുട്ടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉള്ള അറസ്റ്റുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവിടെ പെട്ടുപോകാനുള്ള, സ്റ്റക്ക് ആവാനുള്ള സാധ്യത ബാക്കി ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സിസേറിയൻ, ഇങ്ങനെയുള്ള ഡെലിവറീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ സിസേറിയൻ ഉണ്ടാക്കിയത്, അതായത് ഒരു ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കുന്നു. ഇനി അല്ലെങ്കിൽ പല ഇൻസ്ട്രുമെന്റൽ ഡെലിവറീസ്, വാക്വം, ഫോർസെപ്സ്, അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കുട്ടിയെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത്, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് കൊടുത്ത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല പല വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് മുമ്പ് എത്രയോ സ്ത്രീകൾ, നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പന്റെ അടുത്ത് അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, എത്ര സ്ത്രീകളാണ് പണ്ട് പ്രസവത്തിൽ മരിച്ചു പോയിരുന്നത്. എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ അച്ഛൻ, അമ്മ എന്നെ മുത്തീന്നാ വിളിച്ചിരുന്നത്. എന്റെ മുത്തിക്ക് 6 മക്കളുണ്ടായിരുന്നു. എന്നാൽ എന്റെ മുത്തശ്ശൻ മാത്രമാണ് സർവൈവ് ചെയ്ത ഒരേ ഒരാള്. 5 മക്കളും, 6 മക്കളിൽ ഒരാൾ മാത്രം, 5 കുട്ടികളും പ്രസവത്തിൽ മരിച്ചു. പക്ഷെ മുത്തിക്ക് അപകടം സംഭവിച്ചില്ല. എന്നാൽ അതേപോലെ തന്നെ എന്റെ അച്ഛന്റെ വീട്ടിൽ പലപ്പോഴും പ്രസവത്തിൽ മരിച്ച സ്ത്രീകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരിക്കും. പഴയ തലമുറയിൽ സ്ത്രീകൾ അത്രത്തോളം പ്രസവത്തിൽ മരിച്ചിരുന്നു. എന്നാൽ അത്രത്തോളം പട്ടികളും പൂച്ചകളൊന്നും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടത്? കാരണം മനുഷ്യ സ്ത്രീകൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ ബാക്കിയുള്ള ജീവജാലങ്ങളെക്കാൾ ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻ. പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, തള്ളയും പിള്ളയും വേറെ ആവുന്നത് വരെ അതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ശരിക്കും ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ജന്മാന്നാ പറയാ പണ്ടത്തെ കാലത്ത്. എന്തുകൊണ്ടത്? കാരണം ഇത് കഴിഞ്ഞ് കുട്ടിയും തള്ളയും വേറെ വേറെ ആയി കഴിഞ്ഞാൽ മാത്രമേ അവർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. കാരണം അത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സായിട്ടാണ് പണ്ട് തന്നെ പ്രസവത്തെ കണ്ടിരുന്നത്. അത് ഇതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ പണ്ടുകാലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സ്ത്രീകൾ മരണപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 89 മുതൽ 90% വരെ ആശുപത്രിയിൽ നടക്കുന്ന ഡെലിവറികളാണെന്നാണ് കണക്കുകൾ പറയുന്നത്. 100,000-ൽ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 97 അമ്മമാരാണ് മരിക്കുന്നത്. അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. 97, 100-ൽ താഴെയാണത്. എന്നാൽ അത് കേരളത്തിൽ എത്രയാണെന്നറിയോ? വെറും 19 ആണ്. അത് വെറുതെ ഉണ്ടായതല്ല. 19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വികസിത രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമുക്ക് കേരളത്തിലുള്ളത്. അത് വെറുതെ കിട്ടിയതല്ല. എങ്ങനെയാണ്? ഇത്തരത്തിൽ അമ്മയ്ക്ക് അപകടമുണ്ടാവാവുന്ന, കുട്ടിക്ക് അപകടമുണ്ടാവുന്ന സിറ്റുവേഷൻസ് എല്ലാം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ നോക്കുക. എല്ലാ അമ്മമാർക്കും ആവശ്യം വന്നോളണമെന്നില്ല. എത്രയോ പേർ നോർമലായിട്ട് പ്രസവിക്കും. എന്നാൽ ആ തയ്യാറെടുപ്പ് എല്ലാ അമ്മമാർക്കും അത്യാവശ്യമാണ്. കാരണം ആർക്കാണ് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിസേറിയൻ ചെയ്തോ അല്ലെങ്കിൽ വാക്വം ഡെലിവറി എടുത്തോ ഫോർസെപ്സ് എടുത്തോ നമുക്ക് ആ കുട്ടിയെയും അമ്മയെയും രക്ഷിക്കാൻ സാധിക്കും. അപ്പോ ഇതാണ് ഇവർക്കുള്ള ഉത്തരം. അല്ലാതെ പട്ടിയും പൂച്ച പ്രസവിക്കുന്നില്ലേ, പൂച്ച പെറുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തലയിൽ ആൾതാമസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള വിഡ്ഢികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിമിനലുകൾ നിങ്ങളുടെ കൂടി ബുദ്ധിയെ തലതിരിച്ച് നിങ്ങളുടെ അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഒക്കെ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയാണ്. സോ എനിക്ക് നിങ്ങളോട് ഒറ്റൊന്നേ പറയാനുള്ളൂ, അവരുടെയോ തല തിരിഞ്ഞുപോയി. ഇനി അവരെ നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതിനിപ്പോ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി, എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നം. ഈ നാച്ചുറൽ, അതായത് പ്രകൃതിദത്തം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ചെണ്ണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോ പ്രകൃതിയോട് നമുക്ക് ബഹുമാനം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് സാമാന്യ ബുദ്ധി തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ഇത്രത്തോളം വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ട്, അപകടം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട പ്രതിവിധി നേരത്തെ കൂട്ടി ചെയ്ത് തയ്യാറെടുക്കാനാണ്. ആ തയ്യാറെടുപ്പ് ബുദ്ധി കുറഞ്ഞ ബാക്കിയുള്ള മൃഗങ്ങളിലില്ല. അപ്പോൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്ത് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ കേട്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിങ്ങൾ എത്തിക്കരുത്. സോ പ്രസവം എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. എല്ലാവരിലും അത് സേഫ് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പൊ എന്ത് അപകടം എപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. സോ പ്ലീസ്, നിങ്ങളുടെ ഗർഭിണിയായിട്ടുള്ള ആരാണെങ്കിലും ശരി, പ്രോപ്പർ ആയിട്ടുള്ള ആന്റിനേറ്റൽ ചെക്കപ്പുകൾ നടത്തുക, ആശുപത്രിയിൽ തന്നെ ഡെലിവറി ചെയ്യുക, വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ട പോലെ വൈദ്യശാസ്ത്രം അനുശാസിക്കുന്ന പോലെ ശാസ്ത്രീയപരമായിട്ടുള്ള ചികിത്സകളിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. ഇത്തരത്തിലുള്ള കപട ചികിത്സകർക്കുള്ള ഒരു മറുപടിയാണ്. പ്ലീസ്. താങ്ക് യു.